പലരും പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് പ്രശ്നം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, അവർ ഭയങ്കര പൊസസീവ് ആണ്. അപ്പോൾ ഇവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും പ്രണയവിവാഹങ്ങൾ ഉണ്ടായിട്ടും അതൊരു എക്സ്ട്രാ മാരിറ്റൽ ഇതിലേക്ക് പോകുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഡിവോഴ്സിലോട്ട് നയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ, അതായത് ചില ആൾക്കാർക്ക് ലൈഫിൽ ലവ് ആൻഡ് കണക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്, ചില ആൾക്കാർക്ക് ലൈഫിൽ ഗ്രോത്ത് ആണ് ഇമ്പോർട്ടൻസ്, ചില ആൾക്കാർക്ക് ലൈഫിൽ സിഗ്നിഫിക്കൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ചില ആൾക്കാർക്ക് ലൈഫിൽ അഷുറൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ പല പല ഇതുണ്ട്. അപ്പം അഷുറൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ജോലിക്ക് ആൾക്കാർ പോകുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത് അഷുറൻസ് ആണ്. ഗവൺമെൻറ് ജോലിയുള്ള ആളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് എന്തായാലും പണിക്ക് പോയാലും ഇല്ലെങ്കിലും മാസം സാലറി, അതൊരു ഉറപ്പാണ്, അഷുറൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും പോലെയാണ്. റിസ്ക് എടുക്കണ്ട, പക്ഷേ ഇത് കുറച്ച് റിസ്ക് എടുത്താൽ മാറുന്നു. എക്സാക്ട്ലി. അപ്പോൾ അതാണ് ചിലർക്ക് ലവ് ആൻഡ് കണക്ഷൻ ആണ്. അപ്പോൾ ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലി, അതാണ് അവരുടെ എല്ലാം. അവരുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അവരുടെ കൂടെ ഇരിക്കുക. ഇനി ഒരു പണിക്കും പോയില്ലെങ്കിൽ അവരുടെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ഇഷ്ടം. ഗ്രോത്ത് വേണ്ട ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകണം. ലവ് ആൻഡ് കണക്ഷൻ ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു ടൈം, പക്ഷേ 24 മണിക്കൂർ ഇവരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഹാപ്പിനെസ്, അവർക്ക് ഇങ്ങനെ ഗ്രോത്ത് വേണം എന്നുള്ളതാണ്.